ടേപ്പറിംഗ് ഫേസിൻ്റെ ഡേ 4 നമ്മുടെ മെയിൻ വർക്കൗട്ട് വരുന്നത്. അതായത് ഒരു 8K ടെമ്പോ റണ്ണാണ് ഇന്ന് നമ്മൾ പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തുടങ്ങിയത് തന്നെ നല്ലൊരു കല്യാണ സദ്യയൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കാർബ് ലോഡഡ് ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ റണ്ണ് ഹാഫ് മാരത്തോൺ പേസ് മാനേജ് ചെയ്ത് ഓടാന്നുള്ളതായിരുന്നു. ഞാനും അരുണെന്ന് പറഞ്ഞ നമ്മുടെ ബ്രോയായിട്ടാണ് ഇന്ന് ഓടിയത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ റേസ് ഷൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊന്നെ കരള എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ടാണ് പോയത്. ഞാൻ അവിടെ പോയിട്ടാണ് ഷൂസൊക്കെ ഇട്ടത്. കാരണം റേസ് ഷൂ നമ്മുടെ നോർമൽ ട്രെയിനർ പോലെയല്ല, പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ മെഷൊക്കെ കുറച്ച് സോഫ്റ്റാണ്. സോ അതിട്ട് ബൈക്ക് ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിയറൊക്കെ മാറുമ്പോൾ ഡാമേജ് ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ അല്ലാതെ ഷൂ കൊണ്ടുപോയാണ് ഇട്ടത്. പക്ഷേ നമ്മൾ ട്രെയിനിങ് റൺസ് ചെയ്യുന്ന പോലെ തന്നെ റേസ് ഷൂ ഇട്ട് 1-2 റേസും റണ്ണ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് റേസിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഓടുന്നതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് റണ്ണ് തുടങ്ങി. റണ്ണ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല ഹ്യൂമിഡിറ്റി കൊണ്ട് നല്ല ടയേർഡായി. പിന്നെ എൻ്റെ കോഡ്സിൽ ഇപ്പോൾ ചില സമയത്തൊക്കെ ഓടുമ്പോൾ ഒരു പിടുത്തമുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10K ഓടാന്നുള്ള പ്ലാനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും 10K ഓടാന്നുള്ള പ്ലാനായിരുന്നെങ്കിൽ 8Kയിലേ നിർത്തിയുള്ളൂ. ഇതതിൻ്റെ സ്ട്രാവ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റണ്ണ്. ആവറേജ് പേസ് ഒരു 5:22 ആവുന്ന 42 മിനിറ്റിൽ 8K ഇന്ന് ഓടി. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല പേസ് ഉണ്ടായിരുന്നു, പിന്നെ സ്ലോ ആയി. പിന്നെ കോഡ്സ് ടൈറ്റ് ആയതുകൊണ്ട് ഞാനൊരു 5Kന് ശേഷം നല്ല സ്ലോ ആയിട്ടാണ് ഓടിയത്. അപ്പോൾ ഇത് ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ ഔട്ട് സൈഡാണിത്. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ സ്ട്രെച്ച് ചെയ്തത്, കാരണം നമ്മൾ അവിടെ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡ്സ് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഫോം റോൾ ചെയ്തു. അപ്പോൾ ആ ഫോം റോൾ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസാണിത്. പിന്നെ ഇതേപോലെ കോഡ്സിന് കുറച്ച് സ്ട്രെച്ച് ചെയ്തപ്പോൾ കോഡ്സ് ഒന്ന് ലൂസായി. പക്ഷേ എന്നാൽ എൻ്റെ റൈറ്റ് കോഡ് ഒരു ചെറിയ ഇഞ്ചറി ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ ഹാഫ് മാരത്തോൺ എങ്ങനെയായിരിക്കും, അത് കോഡ്സ് കുഴപ്പമില്ലാതിരിക്കില്ല എന്നുള്ളൊരു ചെറിയ പേടി ഇപ്പോൾ ഉണ്ട്. കുഴപ്പമില്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ നൈറ്റിൽ ഫുഡും കഴിച്ചു. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.